മതഭ്രാന്തിൽ പുലമ്പുന്ന മരണാനന്തര സൗഭാഗ്യങ്ങളുടെ പച്ചില കാണിച്ച് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പൗരന്മാരെ ആട്ടിത്തെളിയിക്കുന്ന തീവ്രവാദികളുടെ സംരക്ഷണ കേന്ദ്രമാണ് പാകിസ്ഥാൻ എന്നാണ് ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗത്തിൽ അവർ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തിരിച്ചറിയാൻ വൈകുന്തോറും പ്രതിരോധം അസാധ്യമാകുന്ന വൈറസാണ് പാക് ഭീകരന്മാർ. 21ാം നൂറ്റാണ്ടിന്റെ വെല്ലുവിളി ഇസ്ലാമിക് തീവ്രവാദം തന്നെയാണ്. ഇവരെല്ലാം പ്രതിരോധിക്കുന്നതിനൊപ്പം തന്നെ പ്രാധാന്യമെന്ന് പറയുന്നത് തീവ്രവാദം കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിഷവിത്തുക്കൾ ഈ മതേതര മണ്ണിന്റെ മനസ്സിലും വളരുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനാണ് എന്നതുകൂടെയാണ് മുഖപ്രസംഗം ഇപ്പോൾ എടുത്തു പറയുന്ന കാര്യം. സിന്ദൂരം ചോദിച്ചവർക്ക് ഹോളി സമ്മാനം എന്ന തലക്കെട്ടോടു കൂടിയാണ് മുഖപ്രസംഗം ആരംഭിച്ചിരിക്കുന്നത്. ഭീകരവാദികളെ പാലൂട്ടി വളർത്തിയ പാകിസ്ഥാന്റെ കരണത്തടിക്കാൻ ഇന്ത്യ മുന്നിലിറക്കിയത് 2 വനിതകളെ. മതഭ്രാന്തിൽ പുലമ്പുന്ന മരണാനന്തര സൗഭാഗ്യങ്ങളുടെ പച്ചില കാണിച്ച് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പൗരന്മാരെ ആട്ടിത്തെളിയിക്കുന്ന ഭീകരവാദികളുടെ സംരക്ഷണ കേന്ദ്രമാണ് പാകിസ്ഥാൻ. ഇസ്ലാമിക ഭീകര കേന്ദ്രങ്ങൾ ലോകത്തെവിടെ തകർത്താലും അത് സുസ്ഥിര സമാധാനത്തിന് വേണ്ടിയാണ് എന്നും മുഖപ്രസംഗം ഇപ്പോൾ അടിവരയിട്ട് പറയുകയാണ്. മുഖപ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കാശ്മീരിലെത്തി ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം തുടച്ചു മാറ്റാൻ ശ്രമിച്ചവരുടെ വീട്ടിൽ കയറി ഇന്ത്യ സിന്ദൂര ചെപ്പുകൾ കൊടുത്തിരിക്കുന്നു. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ തിരിച്ചടിയിൽ 9 ഭീകര താവളങ്ങളാണ് തകർത്തത്. പാക് പൗരന്മാരുടെ ഉറക്കം പോലും കെടുത്താതെ രാത്രിയിൽ മതഭ്രാന്തന്മാർക്ക് കൊടുത്ത തിരിച്ചടിക്ക് ഇന്ത്യ ഇട്ട പേര് ഓപ്പറേഷൻ സിന്ദൂർ. പട്ടാപ്പകൽ സിന്ദൂരം ചോദിച്ചെത്തിയവർക്ക് പാതിരാത്രിയിൽ ഇന്ത്യ സിന്ദൂര ചെപ്പുകൾ എത്തിച്ചു കൊടുത്തിരിക്കുന്നു. അടങ്ങുന്നില്ലെങ്കിൽ ഒരു ഹോളി തന്നെ സമ്മാനിക്കാം. യുദ്ധം ഇന്ത്യക്ക് ആഘോഷമല്ല, പക്ഷേ സമാധാനം ആവശ്യമാണ്. ഏപ്രിൽ 22-ന് കാശ്മീരിലെ പഹൽഗാമിൽ നിസ്സഹരായ 26 പൗരന്മാരെ വധിച്ച പാക് ഭീകരാക്രമണത്തിനാണ് ചൊവ്വാഴ്ച അർദ്ധരാത്രിയിൽ ഇന്ത്യ മറുപടി കൊടുത്തത്. 14 ദിവസം കഴിഞ്ഞിട്ടും തീവ്രവാദികൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്ന പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയും മുഴക്കിയിരുന്നു. പ്രമുഖ ഭീകര സംഘടനകളായ ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നിവയുടെ കേന്ദ്രങ്ങളായിരുന്നു ആക്രമണമെന്ന് ഇന്ത്യ സൈന്യം അറിയിച്ചിട്ടുണ്ട്. തീവ്രവാദികൾ വിനോദയാത്രക്കാരെ കൊന്ന് അവർ തങ്ങളുടെ മതത്തിൽപ്പെട്ടവരല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് കൺമുന്നിൽ ഭർത്താക്കന്മാരെ കൊന്ന് സ്ത്രീകളെ ജീവശവങ്ങളാക്കിയിരുന്നു. മതഭ്രാന്തിന് മാത്രം സാധിക്കുന്ന ക്രൂരത. ഇന്ത്യ കണ്ണീർ വാർത്തെങ്കിലും ആത്മവിശ്വാസം കൈവിട്ടില്ല. തീവ്രവാദികളെ പാലൂട്ടി വളർത്തിയ പാകിസ്ഥാന്റെ കരണത്തടിക്കാൻ ഇന്ത്യ മുന്നിലിറക്കിയത് 2 വനിതകളെ. വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, കരസേന കേണൽ സോഫിയ ഖുറേഷി എന്നിവർ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും പങ്കെടുത്തു. അതേ പഹൽഗാമിൽ ഭർത്താക്കന്മാരുടെ മൃതദേഹത്തിന് മുന്നിൽ ഒരു വേള ഹൃദയം പൊട്ടിക്കരയുന്ന സ്ത്രീകളെ രാജ്യം ചേർത്ത് പിടിച്ചിരിക്കുന്നു. ആ ഭീകരർക്ക് സ്ത്രീകൾ കൊടുക്കുന്ന മറുപടി കൂടിയാണ് ഈ തിരിച്ചടി എന്ന് പറഞ്ഞത് ഭീകരർ കൊന്ന കൊച്ചി സ്വദേശി എൻ രാമചന്ദ്രന്റെ മകൾ ആരതിയാണ്. ഇതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടവരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും അവർ പറഞ്ഞു. പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ നുണകൾ കൊണ്ട് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നിട്ടും ജനാധിപത്യ രാജ്യങ്ങളിലേറെയും ഇന്ത്യക്കൊപ്പം നിന്നു. മുസ്ലിം തീവ്രവാദികളുടെയും അവരുടെ നിഴൽ യുദ്ധക്കാരുടെയും സ്ഥിരം തന്ത്രമായ ഇരവാദവുമായി ഐക്യരാഷ്ട്രസഭയിലെത്തിയ പാകിസ്ഥാന് സുരക്ഷാ സമിതിയിൽ ഉദ്ദേശിച്ച പിന്തുണ ഇത്തവണ കിട്ടിയില്ല. ചൈന, തുർക്കി, അസർബൈജാൻ എന്നീ രാജ്യങ്ങളാണ് പാകിസ്ഥാനൊപ്പം പരസ്യമായി നിന്നത്. തുർക്കി ആധുനിക യുദ്ധത്തിലും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഖലീഫ ഭരണം തിരികെ കൊണ്ടുവരാൻ വിയർപ്പൊഴുക്കുന്ന രാജ്യമാണ്. 1-ാം ലോക യുദ്ധകാലത്ത് അർമേനിയൻ ക്രൈസ്തവരുടെ വംശഹത്യ നടത്തിയ തുർക്കിയുടെ പിന്തുണയോടെയാണ് കഴിഞ്ഞ വർഷം അസർബൈജാൻ നഗർനോ കരാബോക്കിലെ അവശേഷിച്ച അർമേനിയക്കാരെയും നാടുകടത്തിയത്. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഏഷ്യയിലെ സംരക്ഷകരായ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യമാണ് ചൈന. ഒരേ നുകത്തിൽ കെട്ടാവുന്ന ഈ 3 രാജ്യങ്ങൾക്കൊപ്പമില്ലെങ്കിലും പിൻവാതിൽ സഹായം എത്തിക്കുന്നവരെയും ലോകം തിരിച്ചറിയണം. ലോക സമാധാനം കെടുത്തുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഏഷ്യൻ പാചകപ്പുരകളിൽ ചിലതാണ് ഇന്ത്യ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത്. ഇത് കേവലം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമല്ല, ആഗോള ഭീകരവിരുദ്ധതയ്ക്ക് ഇന്ത്യയുടെ സംഭാവനയാണ്. ഇസ്ലാമിക ഭീകര കേന്ദ്രങ്ങൾ ലോകത്തെവിടെ തകർത്താലും അത് സുസ്ഥിര സമാധാനത്തിന് വേണ്ടിയാണ്. പണപ്പെരുപ്പത്താൽ പൊറുതിമുട്ടുന്ന പാകിസ്ഥാനിൽ അരിവില കിലോയ്ക്ക് 100-ന് മുകളിലാണ്. അവശ്യ വസ്തുക്കളുടെ എല്ലാം വില കയറി. തീവ്രവാദത്തെ വളർത്തുന്നതിനിടെ പട്ടിണിയിലായ രാജ്യം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെയും അതുപോലെ IMFൻ്റെയും ഒക്കെ തന്നെ വായ്പ കൊണ്ട് കഴിയുകയാണ്. പഹൽഗാമിനടുത്ത് ഇന്ത്യ നദീജല വിതരണം തടഞ്ഞതും വ്യാപാര ബന്ധങ്ങൾ വിച്ഛേദിച്ചതും കൂനിന്മേൽ കുരുവായിട്ടുണ്ട്. എന്നിട്ടും ഇതര മതസ്ഥരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണ് എന്ന തീവ്രവാദ വികൃത ജപങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്.
മതഭ്രാന്തിൽ പുലമ്പുന്ന മരണാനന്തര സൗഭാഗ്യങ്ങളുടെ പച്ചില കാണിച്ച് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പൗരന്മാരെ ആട്ടിത്തെളിയിക്കുന്ന തീവ്രവാദികളുടെ സംരക്ഷണ കേന്ദ്രമാണ് പാകിസ്ഥാൻ. അതിനെ പ്രതിരോധിക്കുന്നതിനൊപ്പം പ്രാധാന്യമുണ്ട് തീവ്രവാദം കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിഷവിത്തുക്കൾ ഈ മതേതര മണ്ണിന്റെ മനസ്സിലും വളരുന്നില്ല എന്ന് ഉറപ്പാക്കുന്നത്. 21-ാം നൂറ്റാണ്ടിന്റെ വെല്ലുവിളി ഇസ്ലാമിക തീവ്രവാദമാണ്. തിരിച്ചറിയാൻ വൈകും തോറും പ്രതിരോധം അസാധ്യമാകുന്ന മാരക വൈറസാണ് എന്നതായിരുന്നു ദീപികയുടെ മുഖപ്രസംഗത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.